വയനാട് ദുരന്തത്തിലെ കണക്ക് സംബന്ധിച്ച് പുതിയ വിവാദം വന്നിരിക്കുകയാണ്. ഇതുവരെ ചെലവായതും ഇനി ചിലവാകാൻ സാധ്യതയുള്ളതുമായ എല്ലാ കണക്കും വെച്ച് സർക്കാർ മെമ്മോറാണ്ടം സമർപ്പിച്ചു. ചിലവ് തുകയെന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക് കേന്ദ്രത്തിന് സമർപ്പിച്ചതും പലരും സർക്കാരിനെതിരെ തിരിഞ്ഞു. ഇത് എവിടുത്തെ കണക്കെന്ന് പറഞ്ഞ് വാൻ ബഹളം. പ്രതിപക്ഷത്തിന് അതൊരു ആയുധായി. എന്നിട്ടും ഒരു വാർത്താക്കുറിപ്പിനപ്പുറം ഒന്നും പറയാതെ മുഖ്യമന്ത്രി ഇരുന്നു. ദാറ്റ് ഈസ് ദിസ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ മോദിജി വയനാട് വന്നു പോയതിനു ശേഷം പിന്നെ ഒരു അനക്കവും കാണാനില്ലല്ലോ. സഹായധനം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മിണ്ടാട്ടല്ലോ. എന്തെങ്കിലും നടക്കുമെന്ന് എല്ലാവരും ആശങ്കയോടെ നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിജി ആ വഴി വരുന്നത്. സുരേഷ് ഗോപിജി അന്ന് പറഞ്ഞ സഹായധനത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് കേന്ദ്രത്തിൽ വലിയ പിടിപാടുള്ള ആളല്ലേ? നിങ്ങൾ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ എങ്ങനെയാണ് അതിന്റെ സംവിധാനം. ഇവിടുന്ന് പിന്നെ ഇതേ മറുപടി ഉണ്ടാവുള്ളൂ എന്ന് അറിയായിരുന്നു. എന്നാലും വെറുതെ ചോദിച്ചെന്നല്ലോ. സുരേഷ് ഗോപിജി ഇപ്പൊ വയനാട്ടിൽ നിന്നല്ലല്ലോ വന്നത്. മൂപ്പര് വയനാട്ടിൽ പോയി വരുമ്പോ മാത്രമേ വയനാട്ടിലെ കാര്യം ചോദിക്കാൻ പാടുള്ളൂ എന്ന് അറിഞ്ഞൂടെ? ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. ഓംബ്ര ആയിക്കോട്ടെ. അങ്ങനെ എല്ലാ കണ്ണുകളും മുഖ്യമന്ത്രിയിലേക്ക് നീണ്ടു. ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവാദം വന്നതിന് ശേഷം CM-നെ പുറത്തൊന്നും കാണാനേ ഇല്ല എന്നെല്ലാരും പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ? CM കണക്കെഴുതായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ വയനാട് ദുരന്തത്തിൽ അടിയന്തര അധിക ധനസഹായം ആവശ്യപ്പെട്ട ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിന് അങ്ങോട്ട് സമർപ്പിച്ചു. ഒരു ചായ കുടിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു ട്രാൻസ്പോർട്ടിനോ ഒരു ട്രാവൽ എക്സ്പെൻസോ ഒരു സന്നദ്ധ പ്രവർത്തകനും ഒരു വോളണ്ടിയറും വയനാട്ടിലെ ദുരന്തത്തിന് പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. അവരാരും ഒരു ബാധ്യതയും സർക്കാരിന് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വോളണ്ടിയേഴ്സിന്റെ യാത്രാ ചെലവ്, വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണ ചെലവ്, എന്ത് വോളണ്ടിയേഴ്സിന്റെ, എവിടുത്തെ വോളണ്ടിയേഴ്സിന്റെ? DYFI വോളണ്ടിയേഴ്സിന്റെ ആണോ? അതായത് സുരേന്ദ്രൻജി, ഇതുവരെ ചെലവാക്കിയ തുകയല്ല, ഇനിയും കാശ് ചെലവാക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഏകദേശ കണക്കെടുത്ത് എസ്റ്റിമേറ്റ് തുകയാണ് ആവശ്യപ്പെട്ടത്. അല്ലാണ്ട് ഇത് ഇതുവരെ ചെലവാക്കിയ തുകയല്ല. ഇത് ഒരു എസ്റ്റിമേറ്റ് ആണെന്നാണ് സർക്കാർ പറയുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000. എവിടുത്തെ കണക്കായത്? എന്താ എസ്റ്റിമേറ്റ് ഇതില്? ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് സർക്കാർ തുക സമർപ്പിച്ചത്. സർക്കാർ എന്ത് ചെയ്താലും അവരുടെ മെക്കെട്ട് കയറൽ അത് നിർബന്ധമാണെന്ന് അറിഞ്ഞൂടെ? അങ്ങനെ ആ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളും ജിമാരും ഒരുമയോടെ എതിർക്കാൻ തുടങ്ങി. അയ്യോ, സർക്കാർ കള്ളക്കണക്ക് കൊടുക്കുന്നതെന്ന് ഒരേ സ്വരത്തിൽ എല്ലാവരും നിലവിളിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ സർക്കാരിന് ചെലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ്? അതിന്റെ വിശ്വാസ്യത എന്താണ്? നമുക്ക് പണം കിട്ടാതെ പോകരുത് ഇതിന്റെ വിവാദത്തിന്റെ പുറത്ത്. ഇതൊരു വിവാദം ഉണ്ടാകരുത് ഇതിന്റെ പുറത്തെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ദ പോയിന്റ്. വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ എന്താവശ്യത്തിലും സർക്കാരിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് സതീശേട്ടൻ പറയുന്നത്. പക്ഷെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവെന്ന് കേൾക്കുമ്പോൾ എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ സ്വാഭാവികമായിട്ടും തോന്നൂലോ. അപ്പൊ ആ കാര്യം CM തന്നെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നല്ലോ. ഓ, വിവാദം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അപ്പോഴത്തേക്കും സൈലന്റ് ആവുമല്ലോ അല്ലേ? നമ്മളത് മറന്നുപോയി. കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് ഊതി പെരുപ്പിച്ച കണക്കാവരുത്, സത്യസന്ധമായിട്ടുള്ള കണക്കായിരിക്കണം നൽകേണ്ടത്. എത്ര കോടി ലഭിച്ചു, എത്ര കോടി വയനാട്ടിന് വേണ്ടി ചെലവാക്കി? ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊന്നും ഇതുവരെ കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ തുക എത്ര, ചെലവഴിച്ച തുക എത്ര, ഇതിൻ്റെ വ്യക്തമായൊരു കണക്ക് പുറത്തു വിടാൻ സർക്കാർ മടിച്ചാൽ ഇനി ഏതൊരു കാര്യം വന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പൈസ കൊടുക്കാത്ത അവസ്ഥയുണ്ടാവും. അത് വേണ്ട. ഇതുവരെ ചിലവായ തുക എത്ര, ഇനി ചിലവാകാനുള്ള തുക എത്ര, എന്തിനൊക്കെ എത്ര വീതം ചെലവായി, അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ടട്ടാ. എല്ലാം കൂടി കണക്ക് കൂട്ടി ഒരു എസ്റ്റിമേറ്റ് തുക അങ്ങോട്ട് തരും. അതിൽ സംതൃപ്തിപ്പെട്ടോണം എല്ലാവരും. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. സർക്കാർ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർത്തി സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക. ദുരന്തമുഖത്ത് ലോകത്തേതൊരു സർക്കാരിന് മാതൃകയായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു രീതിയെങ്കിൽ മറ്റൊന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് കാലണ കിട്ടരുത്,
കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത്, ഈ സർക്കാർ നരകിച്ചു പോകണം, ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ്. അങ്ങനെയല്ല റിയാസേട്ടാ, വയനാട് വിഷയത്തിൽ എല്ലാവരും രാഷ്ട്രീയം മറന്ന് ഒരുപോലെ നിന്നതല്ലേ. അപ്പൊ പിന്നെ അതിജീവനത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ? ആ കണക്കിൽ സുതാര്യത വരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തല്ലേ? അർഹതപ്പെട്ട പണം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സുതാര്യത നിർബന്ധമല്ലേ? അല്ല, ആരോടെ നമ്മൾ ഈ ചോദിക്കണത്? CM-നോടോ? ഇപ്പം മറുപടി കിട്ടും, നോക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ചോദ്യവും എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിൽ ഇരയായവർക്ക് കേരളത്തിന് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ലേ? അപ്പം ന്യായമായും ഗൂഢാലോചന സംശയിക്കേണ്ടി വരും. തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു, അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു, പിന്നീട് അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ജാള്യവുമില്ലാതെ ചുവട് മാറ്റുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ലേ? ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ദുരന്തവും പലരും രാഷ്ട്രീയ ആയുധാക്കിയെന്ന് സാരം. ഇത് ചിലവഴിച്ച തുകയല്ല, ദുരന്തമുണ്ടായ സ്ഥലത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഒക്കെ മുന്നിൽ കണ്ട് സമർപ്പിച്ച തുകയാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. പക്ഷെ എന്ത് വിശദീകരിച്ചിട്ടും കാര്യമില്ല. എന്ത് സംഭവം നടന്നാലും ഊണിലും ഉറക്കത്തിലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് മാത്രമേ പ്രതിപക്ഷത്തിന് പറയാൻ അറിയുള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ തുക ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വാങ്ങേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഊതി വീർപ്പിച്ച കണക്കുകൾ നൽകുന്നത് ശരിയാണോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണം. അപ്പോൾ ഇതിന്റെ വ്യക്തത വരുത്തണം. ഇത് ചെലവഴിച്ച തുകയാണോ? പുനരധിവാസത്തിനും അവിടുത്തെ ജനങ്ങളുടെ സഹായത്തിനും വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടണം, അതിനൊന്നും ആർക്കും തർക്കമില്ല. അത് കിട്ടുന്ന സാഹചര്യം പോലും ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാനും വ്യക്തത വരുത്താനും മുഖ്യമന്ത്രി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്താ കാര്യം? ചോദ്യങ്ങൾ ചോദിക്കാന്നേ ഉള്ളൂ, മറുപടി പ്രതീക്ഷിക്കരുതിട്ടാ. CM സ്റ്റിൽ മൗനവ്രതത്തിലാണല്ലോ അല്ലേ? പക്ഷെ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു വാർത്താക്കുറിപ്പ് അങ്ങോട്ട് ഇറക്കി. തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നത്. ചെലവാക്കിയ തുകയെന്ന് പറഞ്ഞല്ല ആ കണക്ക് സമർപ്പിച്ചതെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആ വാർത്താക്കുറിപ്പ് കൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കൂടുതൽ വിശദീകരണത്തിനൊന്നും CM-ന് ടൈമില്ല. എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാവാൻ പറ്റൂലല്ലോ. അത് മൊത്തം നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ? ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വോളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും 10 പൈസയുടേത് പോട്ടെ, പച്ച വെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത്. അവർക്ക് കൂലി ഇട്ടു. ഡെഡ് ബോഡി ഒന്നിന് ഇത്ര. എന്തൊരു നാണക്കേടാണിത്. കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത്? അപ്പോഴാണ് മയ്യത്തൊന്നിന് 75,000. കാശിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷനാണ് ഗൈസ്. എസ്റ്റിമേറ്റ് കണക്കാണെന്ന് സർക്കാർ. എന്ത് എസ്റ്റിമേറ്റ് കണക്കായാലും ഊതിപ്പെരിപ്പിച്ച കണക്ക് ഇവിടെ വില പോവില്ല എന്ന് പ്രതിപക്ഷം. അങ്ങനെ കാശിന്റെ കാര്യം പറഞ്ഞു ഇവിടെ ആകെ ജഗപ്പോക. കാശ് കൊട്ട് മണി മണി പണം കൊട്ട് മണി കൊട്ട് മണി മണി പണം കൊട്ട് മണി മണി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് അർഹതയുള്ള പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയേ പറ്റുള്ളൂ. തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടുള്ള വാർത്തകളും കണക്കും അതിനൊരു തടസ്സാകരുത്. പ്രതിപക്ഷം അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യരുത്. പക്ഷെ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ കൃത്യമായ മറുപടി പറയാതെ, കൃത്യമായ കണക്കുകൾ പറയാതെ എല്ലാ കാലത്തും സർക്കാർ ഇത് എന്തിനാണാവോ എല്ലാവരുടെയും പഴികേട്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോണത് സിനിമാ മേഖലയിലെ അടുത്ത തലവേദനയെ കുറിച്ചാണ്. ടിക്കറ്റ് യെസ്, സിനിമ ടിക്കറ്റാണ് വിഷയം. ഈ സിനിമാ മേഖലയ്ക്ക് ഇത് എന്ത് പറ്റി? ഒന്ന് തിരുമ്പെടുത്തത്. സർക്കാർ പദ്ധതി അട്ടിമറിക്കാൻ പവറുള്ള പലരും ശ്രമിച്ചു എന്നുള്ള വെളിപ്പെടുത്തലാണ് പുതിയ ആരോപണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ടൊരു കാര്യമാണ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന്. വന്ന് ആ പവറുള്ള ആള് സർക്കാരിന്റെ പദ്ധതി തന്നെ അട്ടിമറിച്ചു എന്നാണ് ആരോപണം. ആരോപണം ഉന്നയിച്ചത് നടൻ ഉണ്ണി ശിവപാൽ. ആരോപണം ആർക്കെതിരെയാണ്? സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെ. അത് പുള്ളി ഒന്ന് കോമ്പൻസേഷന് ഒന്ന് കോടതിയിലേക്ക് ചാലഞ്ച് ചെയ്യട്ടെ, മാനനഷ്ട കേസായിട്ട് വരട്ടെ, അപ്പോഴാണ് എനിക്ക് ഏറ്റവും ഗുണം. ഓക്കെ, ഈ പവർ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ല പുള്ളി പറയും ഞാൻ ഫെഫ്കയാണ് അല്ലെങ്കിൽ ഞാൻ വേറൊരു സംഘടനയുടെ ഭാഗമാണ്, ഇതൊന്നല്ല. അതായത് സർക്കാരിന്റെ ഓൺലൈൻ സിനിമ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ട് അട്ടിമറിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. സർക്കാരിന്റെ ആ സംവിധാനത്തിലൂടെ കുറഞ്ഞ കാശിന് നമുക്കൊക്കെ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ വൻകിട കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതോടെ കുറഞ്ഞ കാശിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ശരി, സർക്കാർ പദ്ധതികളൊക്കെ അട്ടിമറിക്കാൻ ഇത്ര ഈസി ആയിരുന്നോ? തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത?
സർക്കാർ ആപ്ലിക്കേഷൻ വഴി സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സർവീസ് ചാർജ് ആയിട്ട് 10 രൂപ മതിയായിരുന്നു. 5 രൂപ ക്ഷേമനിധിക്കും 5 രൂപ തിയേറ്റർ ഉടമകൾക്കും. അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബി ഉണ്ണികൃഷ്ണൻ ആളൊരു കില്ലാടി ആയതുകൊണ്ട് വൻകിട കമ്പനികൾക്ക് വേണ്ടി മൂപ്പര് ഇടപെട്ടു. അങ്ങനെ സർക്കാർ പദ്ധതിയെ ഒരു വഴിക്കാക്കിയെന്നുമാണ് ആരോപണം. സിനിമാ ഇൻഡസ്ട്രിയിലെ മിക്കവാറും വളരെ ക്രോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണിത്. പറയാ കഥയാണെന്നേ ഉള്ളൂ. ഓക്കെ, പുള്ളിയുടെ പവർ പൊളിറ്റിക്സ് എത്രമാത്രം പുള്ളി കളിച്ചു, പുള്ളി മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. പക്ഷെ പുള്ളി മുന്നിൽ നിന്ന് ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞ പുള്ളി പ്രവർത്തിച്ചില്ല എന്ന് പുള്ളിക്ക് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ സിനിമാ മേഖലയിലല്ല, ഞാൻ ഈ ഭാഗത്ത് ഇന്ത്യയിലേക്ക് തന്നെ വരുന്നില്ല. പോരെ, ഇതിപ്പോ ഉണ്ണി ശിവപാലിന്റെ മാത്രം ആരോപണമല്ല. നിർമ്മാതാവ് സാന്ദ്ര തോമസ്, സംവിധായകൻ വിനയൻ, എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്. അന്ന് ഈ ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ടു എന്ന് എന്നോട് ഉണ്ണി ശിവപാൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തെ ആരൊക്കെയാ സപ്പോർട്ട് ചെയ്തെന്നും കൂടെ അന്വേഷിക്കണം. കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ചെറിയ ആരോപണമല്ല ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഉത്തരം പറയണം. സർക്കാരിന് കോടിക്കണക്കിന് രൂപ കിട്ടുന്നത് മാത്രമല്ല, ഇത് ജനങ്ങൾക്ക് ഒരു ടിക്കറ്റിന്മേൽ 60 രൂപ 30 രൂപ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു ഫാമിലി പോകണമെങ്കിൽ 4 ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 120 രൂപ. ആ പൈസ വെറും 10 രൂപയാകത്തുള്ളായിരുന്നു പറയുമ്പോൾ ഇത് ജനങ്ങൾക്ക് എത്ര രൂപ നഷ്ടപ്പെടുന്നു നമ്മുടെ നാട്ടിൽ? അതുകൂടെ ചിന്തിക്കണമല്ലോ. ഉണ്ണിയേട്ടനാള് കൊള്ളാലോ, നിങ്ങൾക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നോ? പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനൊരു പവർ ആരും പ്രതീക്ഷിച്ചു കാണില്ല. കുറഞ്ഞ ടെൻഡർ തുക വെച്ചിട്ടും ഉണ്ണി ശിവപാലിന്റെ കമ്പനിയെ ഒഴിവാക്കുക, കോടികൾ ഒഴുക്കുന്ന റിച്ച് ടീമിന്റെ ഒപ്പം നിൽക്കുക. എന്താണിത്? സിനിമ കഥ പോലെ ഉണ്ടല്ലോ. ഉണ്ണിയേട്ടാ, യു ആർ ജസ്റ്റ് ഓസം ടാ. എത്ര പെട്ടെന്നാണ് എല്ലാരും പറ്റിച്ചേ. ഭയങ്കര ബുദ്ധിയാ. മുഴുവൻ തെളിവുകളായിട്ട് മുമ്പോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ചെലവ് കുറഞ്ഞ ഒരു ടിക്കറ്റ് ആപ്പും ഫെഫ്കെ ആയിട്ട് എന്താണ് ബന്ധം? ഒരു സർക്കാർ ഒരു ഫെഡറേഷന്റെ തീരുമാനം എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുകയും ഇനി കൂടുതൽ തെളിവുകളായിട്ട് വരികയാണെങ്കിൽ ഞാൻ അതിനെ നിയമപരമായിട്ട് നേരിടും. കാരണം ഒരു സർക്കാർ സംവിധാനത്തിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് സർക്കാർ റിജക്ട് ചെയ്തൊരു സംഗതി ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് അത് അങ്ങനെ ഒരു റിജക്ഷൻ പോസ്റ്റാക്കിയതെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിനെ വരെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുകയല്ലേ? ഗവൺമെന്റ് അത് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ കാര്യങ്ങളെല്ലാം ആരംഭിച്ചതാണ്. അതൊരു ഘട്ടത്തിൽ അത് ഒന്നും ആയിട്ടില്ല, അങ്ങനെ തന്നെ കിടന്നു. അത് UDF ഗവൺമെന്റ് കാലത്തായിരുന്നു. അത് കഴിഞ്ഞ് LDF ഗവൺമെന്റ് വന്ന് പലതവണയായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ നടപ്പാക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ആയിരിക്കണം ഇതെന്നുള്ളതാണ് കാര്യം. ടാക്സ് ഈ പണം വരുന്നത് പലതായി ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പൊ ടാക്സ് ഉണ്ടാവും, CSന്റെ ഷെയർ ഉണ്ടാവും, പ്രൊഡ്യൂസറിന്റെ ഷെയർ ഉണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണമല്ലോ. അപ്പൊ അതിനൊരു വിശ്വാസ്യമായ ഏജൻസി തന്നെ വേണം. ദാവിടെയാണ് പോയിന്റ്. ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം സർക്കാരിന് കീഴിൽ തന്നെ വേണമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അപ്പൊ വീണ്ടാമതും എല്ലാ കണ്ണുകളും സർക്കാരിലേക്ക്. എന്നാലും സർക്കാർ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടന്നിട്ടും സർക്കാരിൽ ആർക്കും ഇതൊന്നും ഇതുവരെ മനസ്സിലാവാഞ്ഞത് എന്താണ്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? സർക്കാർ പദ്ധതിയിൽ അട്ടിമറിയിൽ അന്വേഷണം വേണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. എന്നാലും തുടർന്ന് എല്ലാ പദ്ധതികളും ഇങ്ങനെ തകിടം മറിഞ്ഞു പോകുന്നത് എന്തൊരു കഷ്ടാണ്. ഞങ്ങളുടെ LDF സർക്കാർ കുറച്ച് നിഷ്കളങ്കരായി പോയി. അവരിങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? സർക്കാരിലെ പലരും അറിഞ്ഞിട്ടാണ് ഈ അട്ടിമറി നടന്നത് എന്നൊക്കെ പലരും പറയട്ടാ. അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുതട്ടാ, അല്ലേ ഗണേശേട്ടാ? എന്നാലും മുഖ്യമന്ത്രിയുടെ ടൈമാണ് ബെസ്റ്റ് ടൈം. എന്ത് തൊട്ടാലും എവിടെ നോക്കിയാലും വിവാദവും ആരോപണവും കൊള്ളയും. ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത് വല്ലാത്ത ചതിയത്. ഇനി മലയാളികളുടെയും കോമ്രേഡ്സിന്റെയും മദ്യവർജന പരിപാടികളിലേക്ക് കടക്കാൻ പോവാം. സർക്കാരിന്റെ മദ്യവർജന പരിപാടികളൊക്കെ ഒരു സൈഡിൽ ഘനഗംഭീരമായി നടക്കുന്നുണ്ട്. അപ്പൊ ദാ വരുന്നു വാർത്ത. സംസ്ഥാനത്ത് ഉത്രാടം വരെയുള്ള ഓണക്കാലത്ത് വിറ്റത് 701 കോടിയുടെ മദ്യം. സർക്കാരിന്റെ പരിപാടികളൊക്കെ നല്ലോണം ഫലം കണ്ടല്ലോ. മദ്യം ഉപയോഗിക്കരുത്, ഗാന്ധിസത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പോൾ മദ്യവർജനം അല്ല, അവർ മദ്യനിരോധനാണ്. ഞങ്ങൾ മദ്യവർജനാണ്. അങ്ങനെ ഗോവിന്ദൻ മാഷിന്റെ മദ്യവർജന ഉപദേശം നെഞ്ചേറ്റി മലയാളികൾ ഉത്രാട ദിനത്തിൽ കുടിച്ചു തീർത്തത് 124 കോടിയുടെ മദ്യം. പാർട്ടി ഭരണഘടനയിൽ മദ്യപാനം ഒരു കാലം നമ്മൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ നയം മദ്യവർജനാണ്. പക്ഷേ CPIMന്റെ പാർട്ടി ഭരണഘടനയിൽ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാർട്ടി അംഗങ്ങളൊന്നും മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാർട്ടി അംഗങ്ങളും അതിനു പുറത്തുള്ളവരും ഒന്നും മദ്യപിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ LDF സർക്കാർ സ്വപ്നം കണ്ട കിനാശ്ശേരി.
പിന്നെ ഗോവിന്ദ മാഷെ, ഇത്തവണയും ഭയങ്കര മത്സരമായിരുന്നു കേട്ടോ. ഇഞ്ചോടിഞ്ചായിരുന്നില്ലേ പോരാട്ടം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റതിൽ 1ാം സ്ഥാനം കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിനാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് അതിന്റെ ഭരണഘടന തന്നെ മാറ്റം വരുത്തിയിട്ട് മദ്യം കുറച്ച് കുഴപ്പമില്ല, ലഹരിക്കെതിരായിട്ട് മാത്രം നിലപാട് സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥ എന്താ അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് വലിയ വിചിത്രമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആഹാ, കോൺഗ്രസിനെ കുറ്റം പറയാൻ എത്ര നാവാണ്. മദ്യവിൽപ്പനയിൽ 1ാം സ്ഥാനം മാത്രമല്ല കേട്ടോ, 2, 3, 4 സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പിന്നെ കോടികൾ വെച്ചുള്ള കളിയാണ്. 2ാം സ്ഥാനം കരുനാഗപ്പള്ളിക്ക്, 3ാം സ്ഥാനം ചാലക്കുടിക്ക്, 4ാമത് ഇരിങ്ങാലക്കുട. നിങ്ങളവിടെ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കൂ. റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും മദ്യവർജന യാത്രയും മദ്യവർജന പരിപാടികളൊക്കെ ഞങ്ങളുടെ കോമ്രേഡ്സിന് നിർബന്ധമാണ്. ആളെ മയക്കണ കുപ്പി, ബന്ധു നടന്നാലും കുപ്പി, ഏത് ബന്ധു കിടന്നാലും കുപ്പി. അതിനിടയിൽ മലപ്പുറം എടപ്പാളിൽ നിന്ന് വേറൊരു വാർത്ത വന്നു. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങാൻ കുറച്ച് ആൾക്കാരെത്തി. ആരാ? കുറച്ച് പോലീസുകാര്. ആ സമയത്ത് വന്നതുകൊണ്ട് ഒരു നാട്ടുകാരൻ പോലീസുകാരുടെ ദൃശ്യം പകർത്തി. ശരി, നീ അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് പോലീസുകാർ ആ യുവാവിനെ പൊറഞ്ചടിച്ചു. ഞങ്ങൾ മദ്യം വാങ്ങാനൊന്നും വന്നതല്ല, ബീവറേജിലെ ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് പോലീസിന്റെ വിശദീകരണം. ആഹാ, കേരള പോലീസ് എത്ര മിടുക്കന്മാർ. സർക്കാരിന്റെ മദ്യവർജനം വൻ വിജയം തന്നെ, ഒരു സംശയമില്ല. എത്രയെത്ര മദ്യവർജന പരിപാടികൾ. എന്നിട്ട് ഓണക്കാലത്തെ കുടിയിൽ പതിവ് മുടക്കാതെ മലയാളികൾ. ഇതിപ്പോ സർക്കാരിന് കാര്യമായല്ലോ. പേരിന് മദ്യവർജന പരിപാടികൾ നടത്തുകയും ചെയ്തു, കോടികൾ തൂത്തുവാരാനും പറ്റി. ഹൈ, നമ്മുടെ മൊയിലാളിമാർക്ക് സന്തോഷമായിരിക്കണു. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.